ഒരു അച്ഛനും മകനും കൂടെ ഒരു വലിയ കമ്പനിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അച്ഛനാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് മകൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആ വലിയ കമ്പനിയുടെ CEO ആണ് വിളിക്കുന്നത്. അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. CEO അപ്പോൾ പറയുകയാണ്, "ഗുഡ് ലക്ക് മൈ സൺ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇൻ്റർവ്യൂ." ഫോൺ കട്ടായതിനു ശേഷം അയാൾ അച്ഛനെ നോക്കുന്നു. ഹൗ ഈസ് ദിസ് പോസിബിൾ? ഗുഡ് ലക്ക് മൈ സൺ എന്ന് പറയുന്നത് CEO അല്ലേ? അപ്പൊ അവര് ആൾ ഇന്റർവ്യൂവിൽ ഇരിക്കായിരിക്കും. അല്ല, കാറിന്റെ സീറ്റിലാണല്ലോ അല്ലേ? അച്ഛനാണോ? ഭാര്യയുടെ അച്ഛനാണോ CEO? ഗുഡ് ലക്ക് സൺഡേ അതിലെന്തോ ഒരു അപകടത്തല്ലോ. ചിലപ്പോ ഒപ്പിരിക്കുന്ന ആൾ അച്ഛനാവില്ല, ആ വിളിച്ച ആളായിരിക്കും. ചിലപ്പോ അയാളുടെ പേരാണോ സൺ? പള്ളിയിലെ അച്ഛനാവാലോ. ആളുടെ അച്ഛൻ ചിലപ്പം ആദ്യം ഒന്ന് കിട്ടിയതായിരിക്കും. സ്റ്റെപ്പ് ഫാദർ ആയിരിക്കാം മേ ബി. എനിക്കറിയില്ല. ആൻസർ: ഫോൺ വിളിച്ചത് അയാളുടെ അമ്മയായിരുന്നു. ഇല്ല, ചിന്തിച്ചില്ല. CEO എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോ തന്നെ നമ്മൾ അമ്മേനെ ചിന്തിക്കുന്നില്ല, അച്ഛനെയാണ് നമ്മൾ ചിന്തിക്കുക. CEO എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അപ്പോ അച്ഛനായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു ഫീമെയിലിന് ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചില്ല. ഓ ശരി, ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനെ. ഞാൻ അത്ര ചിന്തിച്ചില്ല. നേതൃത്വ നിരയിൽ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മുടെ ചിന്താഗതി വളർന്നിട്ടില്ലേ? എന്തുകൊണ്ട്? പ്രവർത്തനവും ചിന്താഗതിയും യഥാർത്ഥ ദിശയിൽ ത്വരിതഗതിയിൽ ചലിക്കട്ടെ.